നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. മുഖക്കാന്തി വർദ്ധിപ്പിക്കുന്ന പല ഫേഷ്യലുകളെ പറ്റിയും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തന്നെ രക്തം ഉപയോഗിച്ച് വാമ്പയർ ഫേഷ്യലാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഈ ഫേഷ്യൽ ചെയ്ത് അമേരിക്കയിലെ ചില സ്ത്രീകൾക്ക് HIV നിർണയിക്കപ്പെട്ടതോടെ ഇത്തരം ഫേഷ്യലുകൾ സുരക്ഷിതമാണോ എന്ന ആശങ്കയുയർന്നു. ന്യൂ മെക്സിക്കോയിലെ ആൽബുർക്കോക്കിലെ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്പായിൽ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്കാണ് വ്യത്യസ്ത കാലയളവിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ആരോഗ്യ ഏജൻസികളടക്കം ഇത്തരം ഫേഷ്യലുകൾ ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകി. എന്താണ് വാമ്പയർ ഫേഷ്യൽ? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ മൈക്രോ നീഡ്ലിംഗ് നടപടിക്രമത്തിൻ്റെ മറ്റൊരു പേരാണ് വാമ്പയർ ഫേഷ്യൽ. ഇതിൽ ഫേഷ്യലിനെത്തുന്നയാളുടെ രക്തമെടുത്ത് അതിലെ പ്ലാസ്മയും കോശങ്ങളും വേർതിരിച്ചെടുക്കും. തുടർന്ന് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ പ്ലേറ്റ്ലെറ്റ് സമ്പന്നമായ പ്ലാസ്മ അവരുടെ മുഖത്തേക്ക് തന്നെ കുത്തിവെക്കും. രക്തത്തിലെ വളർച്ചയുടെ ഘടകങ്ങൾ ഉപയോഗിച്ച് ചർമ്മകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ഈ ഫേഷ്യലിൻ്റെ ലക്ഷ്യം. ഈ ഫേഷ്യലിന് ഉപയോഗിക്കുന്ന സൂചിയും സിറിഞ്ചും ഒറ്റത്തവണ മാത്രം ഉപയോഗത്തിനുള്ളതാണ്. എന്നാൽ ചില സ്പാകൾ പലരിലും ഒരേ സൂചി ഉപയോഗിക്കുന്നതാണ് HIV വ്യാപനം പോലുള്ള രോഗപടർച്ചകളിലേക്ക് നയിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഈ ഫേഷ്യൽ ചെയ്യുന്നതിന് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് പോകരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. വാമ്പയർ ഫേഷ്യലുകൾ ചെയ്യുന്നവർ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സൂചിയും സിറിഞ്ചും ഉപയോഗിച്ചാണോ ഇവ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം.